ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഒരു നാടാണ് അമേരിക്ക. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ജീവിത പങ്കാളി മിഷേൽ ഒബാമ പുരുഷനാണെന്നതിൽ തുടങ്ങി പലവിധ സിദ്ധാന്തങ്ങൾ അമേരിക്കയിൽ പ്രബലവുമാണ്. അതിലൊന്നായിരുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ക്ലോൺ ആണെന്നുള്ളത്. അതിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഏറെ വിചിത്രകരമായ ഗൂഢാലോചനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിശദമാക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുക്കുന്നതിനിടെ വളരെ നാടകീയമായാണ് ജോ ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ബൈഡന്റെ പിന്മാറ്റം. പിന്നാലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ എൻട്രി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തുവന്നു. ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബൈഡൻ എന്ന ദയയും കാരുണ്യവും ഒന്നും ഡൊണാൾഡ് ട്രംപിന് പക്ഷേ ഇല്ല. ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി മുൻ പ്രസിഡന്റിനെ വേട്ടയാടുകയാണ് ട്രംപ്. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണ് ബൈഡൻ ഭരണം പിടിച്ചതെന്ന് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു പടി കൂടി കടന്ന് കടുത്ത ആരോപണങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ബൈഡൻ 2020 കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ അപരനാണ് 2024 വരെ അമേരിക്ക ഭരിച്ചതെന്നുമാണ് പുതിയ ആരോപണം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഒരു റിപ്പബ്ലിക്കൻ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ട്രംപ് റീഷെയർ ചെയ്തത്. ജോ ബൈഡൻ എന്നൊരാളെ ഇല്ല, അദ്ദേഹം 2020 കൊല്ലപ്പെട്ടു, ബൈഡന്റെ ക്ലോൺ അപരനും റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആത്മാവില്ലാത്ത യന്ത്രങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ വ്യത്യാസം ഡെമോക്രാറ്റുകൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റിൽ സ്വന്തം അഭിപ്രായം ഒന്നും പങ്കുവച്ചിട്ടില്ല എങ്കിലും US പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയും വിചിത്രകരമായ വാദം ഏറ്റുപിടിച്ചത് വലിയ ആശ്ചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പോസ്റ്റ് ട്രംപ് അനുകൂലികൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നുമുണ്ട്. ബൈഡന്റെ ആരോഗ്യം സംബന്ധിച്ച് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് ഇതാദ്യമായല്ല. 2020 മുതൽ ബൈഡന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് വലതുപക്ഷ ഹാൻഡിലുകൾ പലതരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ബൈഡന്റെ കണ്ണിന്റെ നിറം മാറി, ചെവിയുടെ ആകൃതി 2020 മുൻപും ശേഷവും വ്യത്യസ്തമാണ്, ഒപ്പുകൾ പോലും മാറി, ഇങ്ങനെ പോകുന്നു ഓരോ വാദങ്ങൾ. ബൈഡനെ ഒരു സൈനിക ട്രൈബ്യൂണൽ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയെന്നും പകരം ഒരു ക്ലോണിനെ പ്രസിഡന്റായി അവരോധിക്കുകയായിരുന്നുവെന്നുമുള്ള സാമാന്യ ബുദ്ധിക്ക് ഒട്ടും നിരക്കാത്ത ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ. എന്നാൽ ഏറ്റവും ആശ്ചര്യമെന്ന് പറയുന്നത് ഇതേ വാദങ്ങൾ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നതാണ്. ട്രംപിന്റെ ഭാര്യ മെലാനിയയും സമാനമായ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ഇരയായിട്ടുണ്ട് എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം. ട്രംപിന്റെ ഒന്നാം ഊഴത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് മെലാനിയയുടെ അപരയായിരുന്നുവെന്നായിരുന്നു പ്രചാരണം. അതേസമയം ട്രംപിന്റെ ചരിത്രം പരിശോധിച്ചാൽ വ്യാജ പ്രചാരണങ്ങളും ഗോസിപ്പുകളും കള്ളങ്ങളും ഒന്നും അദ്ദേഹത്തിന് പുത്തരിയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ അമേരിക്കയിലല്ല ജനിച്ചതെന്ന ട്രംപിന്റെ വാദം അക്കൂട്ടത്തിലൊന്നാണ്. തന്റെ വാദം തെറ്റാണെങ്കിൽ ഒബാമ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നായിരുന്നു ട്രംപ് ഏറെക്കാലം ആവശ്യപ്പെട്ടിരുന്നത്. റിപ്പബ്ലിക്കൻ നേതാവും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്റെ എതിരാളിയുമായിരുന്ന ടെഡ് ക്രൂസിന്റെ കുടുംബത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണവും ട്രംപ് അന്ന് ഉയർത്തിയിരുന്നു. ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ടെഡ് ക്രൂസിന്റെ പിതാവിന് ബന്ധമുണ്ട് എന്നായിരുന്നു ആ ആരോപണം. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചെന്ന വാദം അദ്ദേഹം ഇപ്പോഴും ശക്തമായി ഉയർത്തുന്നുമുണ്ട്.